ഒരു മനുഷ്യന് ജീവിതത്തിൽ പൂർണ്ണമായും സ്വന്തമാക്കാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി സ്ത്രീക്ക് ഭർത്താവും പുരുഷന് ഭാര്യയുമായിരിക്കും. മറ്റ് നിരവധി പ്രിയപ്പെട്ട ബന്ധങ്ങൾ നമ്മൾക്കുണ്ട് എങ്കിലും അവർക്കെല്ലാം നിരവധി അവകാശികളും കാണും. ദാമ്പത്യ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് എങ്കിലും മറുവശത്ത് അവർ നമുക്കൊരു താങ്ങായിരിക്കും, തണലായിരിക്കും, ആശ്വാസമായിരിക്കും, ധൈര്യമായിരിക്കും. എന്നാൽ ഇതെല്ലാം നമുക്ക് പെട്ടെന്നൊരു ദിവസം നഷ്ടമായാലോ? അത്തരത്തിൽ അകാലത്തിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട് ജീവിതം ഇരുളടഞ്ഞുപോയ നിരവധി നടിമാർ നമ്മൾക്കിടയിലുണ്ട്. പെരുന്തച്ചൻ എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ വിടർന്ന കണ്ണുകളുള്ള ഐശ്വര്യം തുളുമ്പുന്ന വിനയ പ്രസാദ് എന്ന നടിയായിരുന്നു ഈ ദുർവിധി അനുഭവിക്കേണ്ടി വന്ന ഒരു താരം. കന്നഡ സിനിമകളിൽ നായികയായി അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച അതേ വർഷം തന്നെയായിരുന്നു വിനയ പ്രസാദിനെ വിവാഹം ചെയ്യുന്നത്. സംവിധായകനും എഡിറ്ററുമായിരുന്ന പ്രസാദിന് വിനയ തുടർന്ന് അഭിനയിക്കുന്നതിൽ യാതൊരു എതിർപ്പുമുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് വിനയ കന്നഡ സിനിമകളോടൊപ്പം നിരവധി മലയാള സിനിമകളിലും അഭിനയിച്ചു. മുക്കില രാജ്യത്ത്, പെരുന്തച്ചൻ, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളിലൂടെ വിനയ മലയാളികളുടെയും പ്രിയങ്കരിയായ ഒരു നടിയായി മാറി. എന്നാൽ വിനയയും പ്രസാദും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന് വെറും 7 വർഷം മാത്രമായിരുന്നു ആയുസ്സുണ്ടായിരുന്നത്. 1995 അപ്രതീക്ഷിതമായി ഹൃദയാഘാതത്തെ തുടർന്ന് പ്രസാദ് മരണപ്പെടുകയായിരുന്നു. അന്ന് ഇവരുടെ കുഞ്ഞിന് വെറും 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. വളരെ ചെറുപ്പത്തിൽ വിധവയായി തീരേണ്ടി വന്ന ഒരു ദുഃഖപുത്രിയായിരുന്നു വിനയ പ്രസാദ്. സ്വാതന്ത്ര്യം എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തി മലയാളികളുടെ പ്രിയങ്കരിയായി മാറി മലയാള സിനിമയിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന എന്ന നടിയായിരുന്നു അകാലത്തിൽ വിധവയാകേണ്ടി വന്ന മറ്റൊരു താരം. 2009 സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറിനെയായിരുന്നു മീന വിവാഹം ചെയ്യുന്നത്. സന്തോഷകരമായ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്കൊരു മകളും പിറന്നു, നൈനിക. എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2022 അപ്രതീക്ഷിതമായി വിദ്യാസാഗർ മരണപ്പെടുകയായിരുന്നു. ഭർത്താവിൻ്റെ അകാല വിയോഗം മീനയെ ഏറെ തളർത്തിയെങ്കിലും അവർ വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിൽ ബാലതാരമായി വന്ന് മലയാളികളുടെ പ്രിയങ്കരിയായി മാറി മലയാള സിനിമയിൽ നിരവധി വേഷങ്ങൾ സഹോദരിയായും നായികയായും ഒക്കെ ചെയ്തിട്ടുള്ള കാവേരി എന്ന നടിയായിരുന്നു അകാലത്തിൽ വിധവയാകേണ്ടി വന്ന മറ്റൊരു താരം. 2005 തെലുങ്ക് സംവിധായകനായ സൂര്യകിരണിനെയായിരുന്നു കാവേരി വിവാഹം ചെയ്യുന്നത്. 1980കളിൽ നിരവധി മലയാള ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു സൂര്യകിരൺ. 2023 മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു സൂര്യകിരൺ മരണപ്പെടുന്നത്. മലയാള നടിയായിരുന്ന സുജിത പ്രസാദിൻ്റെ സഹോദരൻ കൂടിയായിരുന്നു സൂര്യകിരൺ. യക്ഷിയും ഞാനും എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ സുന്ദരി മേഘന രാജ്. കർണാടക സ്വദേശിനിയായിരുന്ന ഇവർക്ക് വിവാഹം കഴിഞ്ഞ് വെറും 2 വർഷം കൊണ്ട് വിധവയാവാനായിരുന്നു യോഗം. 9 വർഷത്തെ സൗഹൃദത്തിന് ശേഷമായിരുന്നു കന്നഡ നടനായ ചിരഞ്ജീവി സർജയെ മേഘന രാജ് വിവാഹം ചെയ്യുന്നത്. 2018 ഇവരുടെ വിവാഹം. ഈ വിവാഹബന്ധത്തിൽ അവർക്ക് പെൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ 2000 ശ്വാസതടസ്സത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച ചിരഞ്ജീവി സർജയ്ക്ക് അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. മേഘന രാജിനെയും കുഞ്ഞിനെയും തനിച്ചാക്കി അദ്ദേഹം അവിടെ അന്ത്യയാത്രയായി. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും മാതാവും മുൻകാല നടിയുമായ മല്ലിക വിവാഹം ചെയ്തത് മുൻകാല പ്രശസ്ത നടൻ സുകുമാരനെയായിരുന്നു. 16-17 വർഷം മാത്രമായിരുന്നു ഈ വിവാഹ ജീവിതം നീണ്ടുനിന്നത്. 1997 സുകുമാരൻ്റെ അകാല വിയോഗം മല്ലികയെ ഏറെ തളർത്തി. അന്ന് മക്കൾക്ക് 16-14 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മക്കളെ ഒരു നിലയിലെത്തിക്കാൻ 2000 മല്ലിക സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും സജീവമാവുകയായിരുന്നു. അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട മലയാളികളുടെ മറ്റൊരു പ്രിയ താരം ബിന്ദു പണിക്കർ. കമലദളം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തി പിന്നീട് ആസിവേഷങ്ങൾ കൈകാര്യം ചെയ്തതോടെ മലയാളികളുടെ ഏറെ പ്രിയങ്കരിയായ നടിയായി തീരുകയായിരുന്നു ബിന്ദു പണിക്കർ. 1997 ഇവരുടെ വിവാഹം. അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബിജു വി നായരായിരുന്നു ഇവർ വിവാഹം ചെയ്തത്. ബിജു വി നായർ ദേശം എന്നൊരു സിനിമ സ്വന്തമായി സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഏറെ സന്തോഷകരമായിരുന്നു ഇവരുടെ ജീവിതം. ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്കൊരു പെൺകുഞ്ഞു ജനിച്ചു. എന്നാൽ ഈ സന്തോഷത്തിന് അധികകാലത്തെ ആയുസ്സുണ്ടായിരുന്നില്ല. 2003 ഹൃദയാഘാതത്തെ തുടർന്ന് ബിജു വി നായർ നിര്യാതനായി. ബിന്ദു പണിക്കരെ മാനസികമായി ഏറെ തളർത്തിയ ഒരു സംഭവമായിരുന്നു അത്. ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുമ്പോഴും ഒരുപാട് വേദനകളും ദുഃഖങ്ങളും അവർ ഉള്ളിലൊതുക്കിയിരുന്നു. പിന്നീട് എപ്പോഴോ തനിക്കും മകൾക്കും ഒരു ആശ്രയം വേണമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം 2009 സായികുമാർ എന്ന നടനെ ഇവർ വിവാഹം ചെയ്തത്. ഏറെ സന്തോഷത്തോടെ ഏറെ പ്രതീക്ഷകളോടെയാണ് ഓരോ വ്യക്തിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ചിലരുടെ ജീവിതം വേർപാടിൻ്റെ തീരാവേദനയായി തീരുന്നു. പിന്നീട് ഇവർ മറ്റൊരു വിവാഹം ചെയ്താൽ പോലും തൻ്റെ ആദ്യ വിവാഹത്തിൽ പ്രണയിച്ച് കൊതി തരാതെ, സ്നേഹിച്ച് കൊതി തരാതെ വിട പറഞ്ഞു പോയ ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ ഓർമ്മകൾ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീരാവേദനയായി എന്നെന്നും ഉണ്ടാവുമെന്ന് കരുതുന്നു.
പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.